മലയാളികൾക്ക് വിഷു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ഒന്നാമത് വെക്കേഷൻ സമയം കൂടെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു പ്രത്യേക മൊമെന്റാണ്. എന്നാൽ ഇപ്പോൾ പലരും പല സ്ഥലങ്ങളിലാണ്, ജോലിയുടെ തിരക്കൊണ്ടും പഠനകാര്യങ്ങളൊക്കെ ആയിട്ടും പലരും പല സ്ഥലത്താണ്. എന്നാലും കണി വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് സേവ് ചെയ്ത് വെച്ചേക്ക്. നമ്മുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ 5 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്ക്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ അതിൽ ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ ഷോർട്ടായിട്ട് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കൃഷ്ണ വിഗ്രഹമാണ്. ഒരു കുഞ്ഞു കൃഷ്ണനെ വാങ്ങിച്ചു വെച്ചോ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഓട്ടുരുളിയാണ്. ഇനി അതില്ലെങ്കിൽ തൽക്കാലം സാധാരണ ഒരു ഉരുളിയോ അതല്ലെങ്കിൽ ഒരു ഓടിൻ്റെ എന്തെങ്കിലും പരന്ന പാത്രം വെച്ചിട്ട് നമുക്ക് തൽക്കാലം ഈ വർഷം അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തവണ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്നറിയോ, ഉണക്കലരി അല്ലെങ്കിൽ പച്ചരിയാണ്. നമുക്കത് രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഉള്ളത് ഏതാണോ അത് യൂസ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണിക്കൊന്നയാണ്, പിന്നെ കണിവെള്ളരിയാണ്. ഇത്രയുണ്ടെങ്കിൽ തന്നെ യു ഓൾ സെറ്റ്. ഇനി വേണ്ടത് നമ്മുടെ സ്വന്തം ചക്ക, പിന്നെ മാങ്ങ, പിന്നെ കദളിപ്പഴം. അതായത് സീസണൽ ഫ്രൂട്ട്സ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ഒറ്റ കോയിനെങ്കിലും ഒരു നാണയം കൂടെ വെക്കുക. പിന്നെ 2 നാളികേരം 2 സൈഡിലായിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോടിമുണ്ട്, ഏതെങ്കിലും കോടി വസ്ത്രങ്ങൾ വെക്കാവുന്ന. പിന്നെ ഒരു വിളക്കും കൂടി ഉണ്ടെങ്കിൽ റെഡിയായി. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു പുലർച്ചെ ഒരു 4:30ക്കും ഒരു 7 മണിക്കും ഉള്ളിലായിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം മാക്സിമം നേരത്തെ എഴുന്നേൽക്കുക. കണ്ണടച്ച് പോയി വിളക്ക് കൊളുത്തി കണി കാണുക. വീട്ടിലുള്ളവരെയും വിളിച്ച് ഉണർത്തി കണ്ണ് പൊത്തി കണി കാണിക്കുക. നിങ്ങൾക്ക് കിട്ടിയ കൈനീട്ടം എത്രയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പോൾ നിങ്ങളുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി എന്നുള്ളതും പറയാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും അടിപൊളി ഒരു വിഷുവും അടിപൊളി ഒരു വർഷവും ആശംസിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വിഷു ഉണ്ടായിരിക്കട്ടെ. ഹാപ്പി വിഷു. ബൈ.